ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ ഞാൻ പ്രഭാതം ആസ്വദിക്കാൻ ഇറങ്ങിയതാ എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ അമ്മയും കൊണ്ട് ലാബിൽ പോയതാ. വേറൊന്നുമല്ല, അമ്മയ്ക്ക് ഇച്ചിരി പഞ്ചസാരയുടെ ഉപ്പിന്റെ ഒക്കെ അസുഖമുണ്ട്. അതിനുള്ള ബ്ലഡ് കൊടുത്ത് അതിന്റെ അളവനുസരിച്ച് വേണം മരുന്ന് കഴിക്കാൻ. എന്ത് ചെയ്യാൻ, ആഹാരത്തിനേക്കാളും കൂടുതൽ മരുന്നാ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. രസമുണ്ട് കുത്തുകൊള്ളുന്നതൊക്കെ കാണാൻ. എന്നെ കുത്തിയാ ഞാൻ ഇവിടുന്നോടും. എനിക്ക് ഭയങ്കര ധൈര്യമായതുകൊണ്ട് ഞാൻ അതൊക്കെ കണ്ടോണ്ട് നിന്ന് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് എനിക്ക് പേടിയാ. അങ്ങനെ ബ്ലഡൊക്കെ എടുത്ത് ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞപ്പോൾ BP നോക്കി. BP നോർമലാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട് വണ്ടി നോക്കി നിന്ന്. വണ്ടിയെ കയറി വീട്ടിൽ ചെന്നപ്പോൾ കാക്കയ്ക്ക് ചോറ് കൊടുത്ത്. കാക്കയ്ക്ക് എത്തും ചോറ് കൊടുക്കും. കാര്യം കാവരും കഴിക്കട്ടെ, അവർക്ക് നന്നാവണ്ടേ. നമ്മൾ നന്നായ പോരാ, അവരും കൂടെ നന്നാവണം. പിന്നല്ല, പിന്നെ അവിടെ ഇരുന്ന് കാക്കയും പൂച്ചയൊക്കെ ഉണ്ടോ നോക്കി, കിളികളെയൊക്കെ നോക്കി അവിടെ അങ്ങ് ഉറച്ചിരുന്നു. പിന്നെ പൂക്കളൊക്കെ ഇരിക്കട്ടെ, ക്ലിപ്പിങ്സ് ഇരിക്കട്ടെ, ഒരു വഴിക്കുന്നതല്ലേ. പിന്നെ ആകാശത്ത് നോക്കി ആ നീല നിറം കണ്ടു. പിന്നെ ഞാൻ വീടിനകത്തോട്ട് കയറി. അമ്മ അപ്പം ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് റവ എടുത്ത് വെച്ചേക്കുന്നത് കണ്ടു. രാവിലെ ചായ ഇടാതെ ലാബിൽ പോയത് കൊണ്ട് അമ്മ ചായ ഇട്ടു. ചായ ഇടാൻ പാലൊഴിക്കുന്നുണ്ടോ, ഒരു മയത്തിലൊക്കെ വെള്ളം ഒഴിക്കുന്നേ. ചായയൊക്കെ ഇട്ട് തന്ന് അത് കുടിച്ചോണ്ടിരുന്നപ്പോ പിന്നെ അമ്മ വിറക് കത്തിക്കുന്നുണ്ട് ചോറ് വെക്കാൻ. അത് കഴിഞ്ഞ് അമ്മ ഉപ്പുമാവ് ഉണ്ടാക്കാൻ കയറി. പിന്നെ ഞാനിവിടെ ഇരുന്നത് കണ്ട്. പിന്നെ റെഡി ആകുന്ന വരെ ഒരു വിശപ്പുണ്ടേ. എന്ത് ചെയ്യാനാ, അമ്മ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാ. ഉച്ചയായപ്പം അമ്മ എന്തോ കറിക്ക് കടി വറക്കുന്ന കണ്ടു. അതിന് കണ്ടപ്പോൾ അത് പോയി എടുത്തു. എന്നിട്ട് ഇവിടെ പറയുണ്ട്, അതിന് വേണ്ട ഒരുക്കങ്ങൾ അമ്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. പറ വന്നപ്പോൾ 8:30 അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ നേരത്തെ ഒരുക്കണമല്ലോ. പിന്നെ ടൈം ആകുമ്പം ഓടി നടക്കണ്ടല്ലോ. അങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടെല്ലാം നേരത്തെ ഒതുക്കിയിട്ട് ഒരിടത്ത് പോയിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞ് രാത്രിയായി. പറ വന്നപ്പോ രാത്രിയായി. രാത്രി വരെ ഈ പൂവെല്ലാം വാടി പോയായിരുന്നു. ഒരു ചേട്ടൻ എന്നെ പറ്റിച്ചു. അങ്ങേരുടെ വീട്ടിൽ പൂ കുറവായതുകൊണ്ട് അവിടുന്ന് പൂ മേടിക്കായിരുന്നു കടയിൽ നിന്ന്. അപ്പൊ ഞാൻ തിരഞ്ഞെടുത്ത പൂവല്ലാതെ ബാക്കിയെല്ലാം പന്നപ്പൂവ തന്ന ചേട്ടനെ ഞാൻ കണ്ടോണ്ടല്ലോ എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. പിന്നെ സന്ധ്യയായി. സന്ധ്യ കണ്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പറയൊക്കെ വന്ന്. കാത്തിരുന്ന് വിളക്കൊക്കെ കത്തിച്ച് അമ്മ ഓടി വന്ന് പറയെടുത്ത് മാലയൊക്കെ ചാർത്തി കഴിഞ്ഞ് അമ്മ ജീവിതകളി ഉണ്ടായിരുന്നു. പിന്നെ അതും കഴിഞ്ഞിട്ട് പറ പോയി കഴിഞ്ഞ് പിന്നെ നിൽക്കാൻ സമയം കിട്ടില്ല. രേചേച്ചിക്ക് തീരെ വയ്യായിരുന്നു. പനി പിടിച്ചിറങ്ങാൻ വയ്യാതെ. പിന്നെ അവളെയും കൊണ്ട് ഹരിപ്പാട് ആശുപത്രി പോയി. അവിടെ ചെന്ന് ട്രിപ്പായി, ഇഞ്ചക്ഷനായി, മരുന്നായി, പിന്നെ കുത്തിക്കൊണ്ട് ഒന്ന് പറയണ്ട. പിന്നെ ഡോക്ടറെ കാണിക്കാൻ ഫ്രണ്ടിൽ കൂടെ കയറാൻ നോക്കി, പറ്റിയില്ല. ഞാൻ പുറകെ കൂടെ പോയി കയറി. എൻ്റെ അടുത്ത കളി. പിന്നെ പറയണ്ടല്ലോ, ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ഇത് ചെയ്തിട്ട് പോണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.